നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. മൂന്നാറിനടുത്ത് വിരിപ്പാറയിലുള്ള ദ ഗ്രാൻഡ് ക്ലിഫ് എന്ന 5 സ്റ്റാർ റിസോർട്ട്. ഏതൊരു സ്റ്റാർ റിസോർട്ടിൽ പോയാലും കിട്ടുന്നത് പോലത്തെ വളരെ ഊഷ്മളമായിട്ടുള്ള വളരെ റോയലായിട്ടുള്ളൊരു സ്വീകരണമാണ് ഇവിടെയും ലഭിച്ചത്. ഞങ്ങളിവിടെ സുസുക്കിയുടെ ഒരു റൈഡുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് സ്പൈസ് ടീ ആണ്. ഇത് ഇവിടുത്തെ പൂള് ഒരു രക്ഷയില്ലാന്ന് വേണം പറയാൻ. അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കോടയാണ് അപ്പുറത്തെ സൈഡിൽ. ഇനി ഡൈനിങ് ഏരിയ ആണ്. വേറൊന്നുമല്ല, ഞങ്ങൾ വന്നപ്പോൾ ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോവാം എന്നാണ്. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടി ഇതുപോലത്തെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. മൊത്തത്തിൽ 50ലധികം ആളുകളുണ്ട്. പലർക്കും പലയിടങ്ങളിലായിട്ടാണ്, ഇതിനകത്ത് തന്നെ പലയിടത്തായിട്ടാണ് റൂംസ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത റൂമിലേക്കാണ് ഈ പോകുന്നത്. ഞങ്ങളുടെ താമസവും ഭക്ഷണമൊക്കെ സുസുക്കിയും CP സുസുക്കിയും ചേർന്നാണ് കേട്ടോ സ്പോൺസർ ചെയ്യുന്നത്. ഇതിനകത്താണ് ഞങ്ങളുടെ റൂമുള്ളത്. $10,500 ഇവിടുത്തെ റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ റേറ്റ് ആണേ. അത് സീസൺ അനുസരിച്ചും ഓഫ് സീസൺ അനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. 35,000 വരെ റേറ്റുള്ള റൂമുകൾ ഇവിടെയുണ്ട്, കോട്ടേജ് ആയിട്ടുള്ള. ഇപ്പം ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു കോടയൊക്കെ മാറി. ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ചെറിയൊരു മഴയും പെയ്തായിരുന്നു ഇടയ്ക്ക്. തേച്ചൊക്കെ ഇടണമെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ലോക്കറുണ്ട്. ഇട്ടുകൊണ്ട് കിടക്കാൻ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ചെരുപ്പുണ്ട്. നല്ല കിടിലം വാഷ്റൂമും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് റൂമിൻ്റെ കാര്യങ്ങൾ. ലക്ഷറിയസ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂം. കുഞ്ഞൊരു ഫ്രിഡ്ജും ഉണ്ട് ഇവിടെ, മിനി ബാർ. ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോട്ടേജുകളാണ്. 2 ബെഡ്റൂം കോട്ടേജും സിംഗിൾ ബെഡ്റൂം ആയിട്ടുള്ള ഹണിമൂൺ കോട്ടേജും ഒക്കെ ഇവിടെയുണ്ട്. ഈ വാഹനങ്ങൾ കണ്ടോ അവിടെ പുറകെ കിടക്കുന്നത്, ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. സെപ്പറേറ്റ് റെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ വാഹനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് ഓഫ് റോഡിങ് സ്പോട്ടുകളുള്ള സ്ഥലമാണ് വിരിപ്പാറ. മാങ്കുളം, ആനക്കുളം ഭാഗത്തേക്കൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജിമ്മ്, ഇത് മൊത്തത്തിലൊന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് കരുതി. ജിമ്മും പ്ലേ ഏരിയയും ഒക്കെ കിടിലുമാണ് കേട്ടോ. ചെസ്സ് കളിക്കണമെങ്കിൽ ചെസ്സ് കളിക്കാം. ഈ സാധനം ഇങ്ങനെ തട്ടിക്കളിക്കാം. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. അതുപോലെ തന്നെ ഇവിടെ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചുമ്മാ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടായിരുന്നു. ഓ, ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ഇന്നത്തെ ക്ലൈമറ്റ് വേറെ ലെവൽ തന്നെയാണ് ശരിക്കും. സന്ധ്യ ആവുന്നു, ലൈറ്റൊക്കെ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി. ഇത് സത്യത്തിൽ ആ റിവ്യൂസിൽ വായിച്ചതിനേക്കാളും അവിടെ ഫോട്ടോസൊക്കെ കണ്ടതിനേക്കാളും
കിടിലമാണ് കേട്ടോ. സുസുക്കി ഫ്രീ ആയിട്ട് കൊണ്ടുവന്നൊരു റൈഡാണിത്. ഈ പൈസയൊന്നും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇത് മിസ്സായവർക്ക് ഒരു കനത്ത നഷ്ടം തന്നെയാണ്. സുസുക്കി മുത്തല്ലേ? ഇരുട്ടായി തുടങ്ങി ശരിക്കും. ഇത് കണ്ടോ, ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ആണ്. പൂളുള്ളിടത്ത് പൂൾ ഒരിക്കലും മിസ്സാക്കാറില്ല. നല്ല തണുപ്പുണ്ട്, എങ്കിലും ഒന്ന് ചാടി. ഈ വാഹനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു അഡീഷണൽ ചാർജ് കൊടുക്കണം. 20,000 ഈ റൂമുകളുടെ റേറ്റ്. അതുപോലെ ആദ്യം പറഞ്ഞ ഹണിമൂൺ കോട്ടേജിന് വരുന്നത് 35,000 പ്ലസ് ടാക്സ്. ഹണിമൂൺ കോട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞതിനകത്ത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ടാകത്ത്. നേരത്തെ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നല്ല കിഡിലം ഫുഡാണ് കേട്ടോ. മൾട്ടി ക്യൂസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഡിന്നറൊന്നും കാണിച്ചില്ല. ഇന്നലത്തെ ലഞ്ചും ഡിന്നറും ഇപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഹെവിയാണ്, ഹെവി. ഇന്നലെ രാത്രി പോയ സ്ഥലമാണിത്. ഇന്നലെ അത്രത്തോളം കാണാൻ പറ്റിയില്ല. പക്ഷേ ആ വൈകുന്നേരത്തെ ആംബിയൻസ്, ആ ലൈറ്റൊക്കെ വന്നപ്പോഴുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, കിടിലമായിരുന്നു. അതിൻ്റെ കൂടെ നല്ല കോടമഞ്ഞും. ഒരുപാട് ഏരിയയിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഓരോരോ സംഭവങ്ങളുണ്ട്. ഇത് കണ്ടോ, കമ്പി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരുന്താണ് കണ്ടോ. നമ്മുടെ സാധാ ഈ വാർക്കയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയില്ലേ, ആ കമ്പി. ഇതാണ് ഇവിടെ 2 ബംഗ്ലോണ്ട്. താഴെ ഒന്ന് മേലെ, ഇത് വേറെ ബംഗ്ലോ. പിന്നെ വില്ലാതിവറോണ എന്ന് പറഞ്ഞാൽ ഒരു റൂമും ഒരു ഇതുള്ളത്, ഹാളും ജാക്കൂസി ഉണ്ടാവും. ബാത്റൂം 20 above ആവും. 20 above. ഇത് 35 ആവും. 35. ഇതാണ് ഹണിമൂണില്ല, പൂൾ വില്ല. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു താമസമാണ്, ഒരു സ്റ്റേ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രാൻഡ് ക്ലിഫ് അതിനുവേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. കണ്ടോ വീസ്ട്രോമുകൾ. ഞങ്ങൾ 50-ലധികം ആളുകളുണ്ട്. സുസുക്കി ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത ഒരു റൈഡും താമസമൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.